പതിറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴി വെള്ളക്കെട്ട് മൂലം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന വഴി വെള്ളക്കെട്ട് മൂലം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ. പൊന്നാനി ഈശ്വരമംഗലം ചെറുനിലം റോഡിലാണ് നിലവിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ചെറുനിലം പട്ടികജാതി ഉന്നതി അടക്കമുള്ള ജനവാസ മേഖലയിലേക്കുള്ള പ്രധാന റോഡാണിത്. സ്വകാര്യ വ്യക്തി പറമ്പ് തൂർത്ത് മതിൽ കെട്ടിയതാണ് നിലവിൽ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. തുടർ നടപടികൾക്കായി റവന്യൂ അധികൃതരെ നഗരസഭ അറിയിച്ചുവെങ്കിലും നടപടികൾ ഒന്നുമായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമീപ പ്രദേശങ്ങളിൽ മലേറിയ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും വയോജനങ്ങളും അടക്കമുള്ള നാട്ടുകാർ. ഈ 15 കൊല്ലമായിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കൊണ്ടാട്ടി ഷൺമുഖം എന്ന് പറഞ്ഞ ആള് പൂർത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃത്യമായിട്ട് നഗരസഭയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ആ കംപ്ലൈൻറ്റ് കൃത്യമായി പരിശോധിച്ചിട്ട് താലൂക്കിലേക്ക് കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാറാരോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട നടപടികൾ ഈ താലൂക്ക് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും വെള്ളം ഇത്രയും തുടർച്ചയായ ദിവസങ്ങളിലാണ് കെട്ടി നിൽക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പരാതി നാട്ടുകാരെല്ലാം ഇതിനെതിരായി പരാതി നൽകിയിട്ട് നഗരസഭ അത് തഹസിൽദാർക്ക് കൈമാറി ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ നടപടി സ്വീകരിക്കാതെ കിടന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്കും ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരാളെയും ബുദ്ധിമുട്ടിക്കണമെന്നുള്ളത് ഇവിടുത്തെ കൗൺസിലർക്കോ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു നീറുന്ന പ്രശ്നമാണിത്. ഈ ഈശ്വരമംഗലം നിവാസികളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കും. ഈ നാട്ടിന് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തഹസിൽദാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.